പാലക്കാട് എൻ.ഡി.എ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ ഭീഷണിപ്പെടുത്തുന്നതായി മുൻ ബി.ജെ.പി നേതാവ് ബിന്ദുവിന്റെ പരാതി. അടിച്ചു കരണം പൊളിക്കുമെന്ന് ഫോണിൽ ഭീഷണിപ്പെടുത്തി. ശോഭ സുരേന്ദ്രൻ ജീവന് ഭീഷണി ഉയരുന്നെന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. വോട്ടിന് പണം വിവാദത്തിൽ ബിന്ദുവിന് പങ്കുണ്ടെന്നാണ് ശോഭയുടെ അവകാശവാദം. ഇന്നലെ ഉച്ചയ്ക്ക് ഒരു 11:40 ശോഭാ സുരേന്ദ്രൻ സാധാരണ ഉപയോഗിക്കുന്ന ഫോണിൽ നിന്ന് വാട്സപ്പ് കോൾ വഴി എന്നെ വിളിച്ചിട്ട് പാലക്കാട് പൈസ കൊണ്ട് കൊടുത്തത് എൻ്റെ അറിവോടുകൂടിയാണെന്നും അത് അറേഞ്ച് ചെയ്തത് ഇവിടെ നിന്നാണെന്നും ഈ ആലപ്പുഴ ജില്ലയിലെ രജിസ്ട്രേഷനുള്ള കാറാണ് അവിടെ ചെന്നതെന്നും അത് എന്നോട് നാട്ടുകാരോടൊപ്പം നിന്ന് എന്നെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ അടിച്ച് നിൻ്റെ പണിക്കുറ്റം തീർക്കുമെന്നും നിൻ്റെ കരണക്കുറ്റി അടിച്ചു പൊട്ടിക്കുമെന്നും തുടങ്ങി എന്നോട് വളരെയധികം പരുഷമായി എന്നെ ഭീഷണിപ്പെടുത്തുകയും എൻ്റെ ഭർത്താവിനെയും എന്നെയും ഇൻസൾട്ട് ചെയ്യുകയും അതുപോലെ തന്നെ എന്നെ വേറെ പല രീതിയിലും അപമാനിക്കത്തക്ക വർത്തമാനം ആ വീഡിയോ കോളിൽ പറയുകയും ഉണ്ടായിട്ടുണ്ട്. വിവരങ്ങളുമായി അമൽ സുരേന്ദ്രൻ ചേരുന്നുണ്ട്. അമൽ, എന്തായാലും വലിയ രീതിയിലുള്ള അധിക്ഷേപ പരാമർശം ശോഭ നടത്തിയെന്നാണ് മുൻ ബി.ജെ.പി നേതാവ് പറയുന്നത്. എന്തൊക്കെയാണ് ഈ പരാതിയിൽ ആരോപിക്കുന്നത്? ഇന്നലെയാണ് ശോഭാ സുരേന്ദ്രന് ഒരു ഫോൺ കോൾ ഈ ബിന്ദു വിനയകുമാറിന്റെ ഫോണിലേക്ക് വരികയും അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. നമുക്കറിയാവുന്നതാണ്, പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പുകളിൽ ശോഭാ സുരേന്ദ്രനെതിരെ പണം കൊടുത്തു എന്ന രീതിയിലുള്ള ശക്തമായിട്ടുള്ള ആരോപണം ഉയർന്നു വരികയും അതിന്റെ ദൃശ്യങ്ങളടക്കം മാധ്യമങ്ങളിലൂടെ പുറത്തു വരികയും ചെയ്ത സ്ഥിതി ഉണ്ടായിരുന്നു. എന്നാൽ തനിക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാക്കുവാൻ കാരണക്കാരായത് ആലപ്പുഴയിൽ നിന്നുള്ള മുൻ ബി.ജെ.പി നേതാക്കന്മാരായ കുറച്ച് ഗുണ്ടാ സംഘങ്ങളാണ് എന്ന ആരോപണം ഉയർത്തിക്കൊണ്ടായിരുന്നു ശോഭാ സുരേന്ദ്രൻ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയത്. ഈ ഭീഷണിക്ക് പിന്നിൽ മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. ശോഭാ സുരേന്ദ്രന്റെ ഇത്തരത്തിൽ ഒരു കെണിയിൽ അകപ്പെട്ടതിന് പിന്നിൽ ശോഭയ്ക്ക് ലഭിക്കേണ്ടിയിരുന്നതാണ്, ശോഭയുടെ കയ്യിലിരിപ്പാണത് എന്ന തരത്തിലുള്ള ഈ ബിന്ദു വിനയകുമാറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരുന്നു. ഈ പോസ്റ്റിൽ കൂടി പ്രകോപിതയായിക്കൊണ്ടായിരുന്നു ശോഭാ സുരേന്ദ്രൻ തന്റെ മുൻ സഹപ്രവർത്തകയായിരുന്ന ബി.ജെ.പിയുടെ ആലപ്പുഴ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളായിരുന്ന ഈ ബിന്ദു വിനയകുമാറിനെതിരെ ഇത്തരത്തിലുള്ള ഒരു ഭീഷണി സന്ദേശം അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഇപ്പോഴാണ് ഈ ആലപ്പുഴ ജില്ലയിലെ ബി.ജെ.പിയുടെ ഈ ഉള്ളിലുള്ള പടലപ്പിണക്കങ്ങളും പരസ്പരമുള്ള വാക്പോരുകളും എല്ലാം മറനീക്കി പുറത്തു വരികയാണ്. ബിന്ദു വിനയകുമാർ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുൻപാകെ വന്ന് പറയുന്നത് തനിക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു ഭീഷണി മുഴക്കിയ ശോഭാ സുരേന്ദ്രനെതിരെ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ജില്ലാ പോലീസ് മേധാവിക്ക് ഇപ്പോൾ ബിന്ദുവിന്റെ ഭാഗത്തു നിന്ന് ഒരു പരാതി ലഭിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ബിന്ദുവിനെ കരണക്കുറ്റി അടിച്ചു പൊട്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതിനൊപ്പം തന്നെ ബിന്ദുവിന്റെ വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിലുള്ള അസഭ്യങ്ങളും ഈ ശോഭാ സുരേന്ദ്രന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ ശോഭ ആരോപിക്കുന്ന പ്രകാരമാണ് എങ്കിൽ ആലപ്പുഴ രജിസ്ട്രേഷനിലുള്ള ഒരു വണ്ടിയാണ് പാലക്കാട് എത്തി പണം കൊടുക്കുന്നത് എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെയായിരുന്നു വന്നിരുന്നത്. ഈ ആലപ്പുഴ ജില്ലയിലെ ശോഭാ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളുകളായി എന്നും തുടർന്ന് രാജീവ് ചന്ദ്രശേഖർ ശോഭയുടെ പക്ഷത്തേക്ക് മാറ്റാൻ നിർദ്ദേശം നൽകിയെന്നും അടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് വരുന്നത്. ആലപ്പുഴ ജില്ലയിലെ ബി.ജെ.പിക്കുള്ളിൽ ഉണ്ടായ നിരവധിയായുള്ള പ്രശ്നങ്ങൾ സംസ്ഥാന നേതൃത്വം അടക്കം ഇടപെട്ട് പരിഹരിക്കുന്ന കാഴ്ചകളും കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കണ്ടതാണ്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം വീണ്ടും ഉരുത്തിരിഞ്ഞു വരുന്നത്. അരുണ്യ, ശരി, പാലക്കാട് എൻ.ഡി.എ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ ഭീഷണിപ്പെടുത്തുന്നതായി മുൻ ബി.ജെ.പി നേതാവ് ബിന്ദുവിന്റെ പരാതി. അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.